ഹായ്. അപ്പം ഞാനിന്ന് പുട്ടിയൊക്കെ അടിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഒരു നെയിൽ ആർട്ട് ചെയ്യാനാണ്. മേക്കപ്പ് പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നെയിൽ ആർട്ടും ട്ടോ. അപ്പോൾ ഞാൻ എല്ലാ 3 വീക്സും എൻ്റെ നെയിലൊക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് നെയിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും ഇല്ലേ, ഒരു എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ തീം അനുസരിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും സീസണൽ ഫെസ്റ്റിവൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതനുസരിച്ചോ ആണ് നെയിൽ ആർട്ട് പ്രിഫർ ചെയ്യാറ് കേട്ടോ. അപ്പോൾ സാധാരണ ഡോക്ടർ കവിത, ഷീ ഈസ് എ സെലിബ്രിറ്റി നെയിൽ ആർട്ടിസ്റ്റ്. 20 കൊല്ലമായിട്ട് അവർ ഈ ഇൻഡസ്ട്രിയിലുണ്ട് കേട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഷീ ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ ഇന്ന് ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് സുനിതക്കുട്ടിയാണ് എൻ്റെ നെയിൽ ആർട്ട് ചെയ്തു തരുന്നത്. അവിടെയുള്ള എല്ലാ വർക്കേഴ്സും നല്ല ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ വരണത്. ഇപ്രാവശ്യം എന്തായാലും ഒരു ക്രിസ്മസ് തീം ചെയ്യാമെന്ന് വിചാരിച്ചത് റെഡും ഗ്രീനും ഗോൾഡനൊക്കെ ആയിട്ട് തന്നെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. ആ ടൈം കൊണ്ട് ഞാൻ എൻ്റെ പെഡിക്യൂറും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടാവും. അങ്ങനെയുള്ളവർ പ്ലീസ് സ്കിപ്പ്. എന്തായാലും ഇത് നെയിൽ ആർട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ കുട്ടിപ്പട്ടാളം എന്നെ കാത്തവിടെ നിൽപ്പുണ്ട്. ഞാൻ എവിടെ പോയി വരുമ്പോഴും അതിപ്പോൾ 10 മിനിറ്റ് എന്നെ കാണാതിരുന്നാൽ തന്നെ ഇതാണ് കേട്ടോ. എൻ്റെ മോക്കക്കുട്ടിക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ടാണ് അവളങ്ങനെ അവിടെ നിന്ന് തിരിയണത്. ഇവരാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാ സന്തോഷവും ഇവരാണ്. എന്നോടുള്ള സ്നേഹം കണ്ടോ, എനിക്കറിയാം ഈ പെറ്റ്സ് ഉള്ളവർക്കത് മനസ്സിലാവും എന്താണ് അവരുടെ സ്നേഹം എന്നുള്ളതല്ലേ. എനിവേ, ഇതാണ് എൻ്റെ നെയിൽ ആർട്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് തീമിൽ. നമ്മുടെ സ്റ്റാറും ക്രിസ്മസ് ട്രീയും റിബണും സ്നോ ഫ്ലേക്സും എന്ന് വേണ്ട എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഭയങ്കര ഓവറാണ്, അധികമാണെന്നൊക്കെ കരുതുന്നവർക്ക് കുഴപ്പമില്ല. എനിക്ക് എല്ലാം കുറച്ച് എക്സ്ട്രാ ഓർഡിനറിയാണ് ഇഷ്ടം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.